നമസ്കാരം. പാർലമെന്ററി ജനാധിപത്യം ഒരു അടവ് തന്ത്രമാണ്. ആത്യന്തികമായി കമ്മ്യൂണിസ്റ്റുകാർ സ്വപ്നം കാണുന്നത് ഈ ജനാധിപത്യത്തിനെതിരെയുള്ള വിപ്ലവമാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് CPIM. ഇവരുടെ മൂല പാർട്ടി CPI ആയിരുന്നപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ആദ്യം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായി മാറിയ പ്രസ്ഥാനമാണത്. അതിൻ്റെ ഏറ്റവും ഉന്നതമായ ജനാധിപത്യ സംവിധാനം പാർട്ടി കോൺഗ്രസ് ആണ്. 3 വർഷം കൂടുമ്പോൾ പാർട്ടിയുടെ പ്രതിനിധികൾ ഒരുമിച്ച് ചേർന്ന് പോളിറ്റ് ബ്യൂറോയെയും കേന്ദ്ര കമ്മിറ്റിയെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന പാർട്ടി കോൺഗ്രസ്. ആ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ കേരള മോഡലിനെ കുറിച്ചാണ് ചർച്ച. മറ്റെല്ലായിടത്തും പാർട്ടിക്ക് വീഴ്ചയുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അധികാരത്തിൽ നിലനിർത്തുന്ന കേരള മോഡൽ, ആ മോഡലിൻ്റെ സൃഷ്ടാവായ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് കൊടുക്കണം, പോളിറ്റ് ബ്യൂറോയിൽ അംഗമാകാനും മുഖ്യമന്ത്രിയാവാനും. ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഡൽഹിയിൽ നിന്നും ഒരു മിന്നലെത്തുന്നത്. അതിൻ്റെ ഇടിവെട്ട് ശബ്ദം മധുരയെ പ്രകമ്പനം കൊള്ളിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുപയോഗിച്ചുകൊണ്ട് മകൾ വീണ വിജയൻ 2.7 കോടി രൂപ അഴിമതിയും വഞ്ചനയും നടത്തി സ്വീകരിച്ചിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന തെളിവുകൾ, അതിൻ്റെ പേരിൽ വീണയെ പ്രതിയാക്കിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതും കേരളത്തിൽ ഇതിനു മുൻപ് മറ്റാർക്കെങ്കിലും എതിരെ ഈ ഏജൻസി കേസെടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. കേരള പോലീസും വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ കേസെടുക്കുന്ന നേതാക്കൾ ഇവിടെയുണ്ട്. അതിനെയൊക്കെ അട്ടിമറിക്കാൻ ഈ ഭരണകൂടങ്ങൾക്ക് സാധിക്കും, അവർ പ്രതിപക്ഷത്താണെങ്കിലും. അതിൻ്റെ മറ്റൊരു പതിപ്പായി പലപ്പോഴും ഇൻകം ടാക്സിൻ്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെയും ഒക്കെ നടപടികൾ മാറാറുണ്ട്. CBI കേസുകളും ഒരിടത്തും എത്താറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ SFIO എന്ന ഏജൻസി അങ്ങനെയല്ല. കാരണം ആ ഏജൻസി പൊതുവെ രാഷ്ട്രീയക്കാരെ അല്ല കൈകാര്യം ചെയ്യുന്നത്, ഗൗരവമേറിയ തട്ടിപ്പിനെയാണ്. സീരിയസ് ഫ്രോഡ് നടക്കുമ്പോഴാണ്. പലപ്പോഴും രാഷ്ട്രീയക്കാർ സീരിയസ് ഫ്രോഡിൻ്റെ ഭാഗമാവാറില്ല. അവർ കൈക്കൂലിക്കാരാണ്, അഴിമതിക്കാരാണ്, കമ്മീഷൻ കൈപ്പറ്റും, പക്ഷേ സീരിയസ് ഫ്രോഡ് നടത്താറില്ല. അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് പൊതുവെ കോർപ്പറേറ്റ് ഇടപാടുകളെ അന്വേഷിക്കുന്നതാണ്. അവർക്ക് പ്രത്യേകമായ അധികാരങ്ങളുണ്ട്. മറ്റ് ഏജൻസികൾ പോലല്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യാം, ജയിലിൽ അടയ്ക്കാം, ജാമ്യം ലഭിക്കുക പ്രയാസമാണ്. അങ്ങനെ ഒരു കേസിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ പ്രതിയായിരിക്കുന്നത്. ആ പ്രോസിക്യൂഷന് അനുമതി കൊടുത്തിരിക്കുന്നത്, അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ തിരിച്ചടിയില്ല. മുഖ്യമന്ത്രിക്കെതിരെ EDയോ CBIയോ കേസെടുത്താൽ പറയാം അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ സാധ്യമല്ലാത്ത അവസ്ഥയുണ്ട്. കാരണം CMRL എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കരിമണൽ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന, അത് നിയമവിരുദ്ധമായി വിറ്റ് കോടികൾ ലാഭമുണ്ടാക്കുന്ന, എന്നാൽ ഈ ലാഭമൊക്കെ മറച്ചു വയ്ക്കാൻ സകല രാഷ്ട്രീയ പാർട്ടികൾക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും മത നേതാക്കൾക്കും വരെ ഫണ്ട് കൊടുക്കുന്ന, അതൊക്കെ ഒരു നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചിട്ട് അഭിമാനം കൊള്ളുന്ന കരിമണൽ കർത്ത എന്നറിയപ്പെടുന്ന ശശിധര കർത്തയുടെ കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് സീരിയസ് ഫ്രോഡ് ഏജൻസി നേരെ പോയി കരിമണൽ കർത്തയും പിണറായി വിജയന്റെ മകളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുകയായിരുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ കമ്പനികളും നികുതി അടയ്ക്കാനും കണക്കുകൾ ബോധ്യപ്പെടുത്താനും ബാധ്യസ്ഥരാണ്. ഈ നികുതിയിലോ കണക്കുകളിലോ പിശകുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിശ്വസനീയത ഉണ്ടെങ്കിൽ അതിലെ രേഖകൾ സംശയാസ്പദമാണെങ്കിൽ പരിശോധന നടത്തും. അങ്ങനെ വലിയൊരു കമ്പനി, കോടികളുടെ ഇടപാട് നടത്തുന്ന ഒരു കമ്പനി വളരെ ചെറിയ ലാഭം മാത്രം ഉണ്ടാക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CMRL എന്ന കരിമണൽ കമ്പനിയിൽ വന്ന് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നത്. ഈ റെയ്ഡിന്റെ അടിസ്ഥാനത്തിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഏതാണ്ട് 130 കോടി രൂപയുടെ തിരിമറികളെക്കുറിച്ച്, അഴിമതികളെക്കുറിച്ച്, കൈക്കൂലി കൊടുത്തതിനെക്കുറിച്ച്, മാസപ്പടിയെക്കുറിച്ചൊക്കെ വിശദാംശങ്ങളുണ്ട്. അതിലൊന്നാണ് 1,70,00,000 രൂപ 2017-20 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കൈപ്പറ്റിയിരിക്കുന്നു CMRL എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, നൽകാത്ത സേവനത്തിനാണ് ഈ 1,70,00,000 രൂപ CMRL കൊടുത്തത് എന്നാണ് ഇൻകം ടാക്സിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലുമായി ഇൻകം ടാക്സ് നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു. എന്നിട്ട് ഇൻകം ടാക്സ് ഇവർക്ക് പിഴ അടിക്കുന്നു. അതായത് CMRL പിഴ അടിക്കുന്നു. വീണ വിജയൻ പിക്ചറിലില്ല. ഈ പിഴ അടച്ച് പോയാൽ മതിയായിരുന്നു, ആരും അറിയുമായിരുന്നില്ല. ഈ ശശിധര കർത്തയുടെ കമ്പനി ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിൽ അപ്പീൽ കൊടുക്കുന്നു ഈ പിഴ ഒഴിവാക്കാൻ. ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നത് ഒരു നിയമ സംവിധാനമാണ്, കോടതിയാണ്. അവർ ഈ പിഴ ശരിവെച്ചുകൊണ്ട് വിധി എഴുതുന്നു. ആ വിധിയിൽ എടുത്തു പറയുന്നു 1,70,00,000 രൂപ
പിണറായി വിജയന്റെ മകൾക്ക് കൊടുത്തത് നിയമവിരുദ്ധമാണ്, മാസപ്പടിയാണ് എന്ന്. പിണറായി വിജയന്റെ മകൾക്ക് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്, ബാംഗ്ലൂരിലാണ്. കേരളത്തിൽ വ്യവസായം ചെയ്താൽ ക്ലച്ച് പിടിക്കില്ല എന്നതുകൊണ്ടാകാമല്ലോ ബാംഗ്ലൂരിൽ പോയി രജിസ്റ്റർ ചെയ്തു. അവർ ഒരുപാട് ഇടപാടുകൾ നടത്തുന്നു, ആർക്കും കാര്യമായ സേവനം ചെയ്തു കൊടുക്കുന്നില്ല. അവരൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പരിഗണനയിൽ വേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഈ കമ്പനിയുടെ സഹായം തേടുന്നതാണ്. അതുകൊണ്ട് പല കമ്പനികളും എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ക്ലയന്റാണ്. അവർക്ക് എന്ത് സേവനമാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് അറിയില്ല, എന്നാൽ അതിന് പകരം കൃത്യമായ പ്രതിഫലം കിട്ടും. ഈ കമ്പനികളുടെ ലിസ്റ്റൊക്കെ എടുത്ത് അന്വേഷണം തുടരുകയാണ്. അങ്ങനെയാണ് കരിമണൽ കർത്തയ്ക്ക് നിയമവിരുദ്ധമായി നമ്മുടെ തീരദേശത്തെ കരിമണൽ, കോടികൾ വിലയുള്ള കരിമണൽ കൊള്ളയടിക്കാൻ പിണറായി വിജയൻ നിയമവിരുദ്ധമായി അനുമതി കൊടുക്കുന്നു. നിയമവിരുദ്ധമായി കേന്ദ്രത്തിന്റെ ഉത്തരവിനെ മറികടന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് കരിമണൽ കർത്തയ്ക്ക് കൊള്ള തുടരാനുള്ള സാവകാശം ചെയ്തു കൊടുത്ത് കരിമണൽ കർത്ത കോടികൾ ഉണ്ടാക്കുന്നു. സകലർക്കും വീതിച്ചു കൊടുത്തു, പിണറായിക്കും CPM-നും സകല നേതാക്കൾക്കും വീതിച്ചു കൊടുത്തു. അങ്ങനെ വീതിച്ചു കൊടുത്ത കൂടെ നിയമപരമായി കുറച്ച് കാശ് കൊടുത്ത് അതാണ് മാസപ്പടിയായി മാറുന്നത്. പിണറായിയുടെ മകൾക്ക് കരിമണൽ കർത്തയുടെ സേവനം സ്വീകരിച്ചു എന്ന പേരിൽ കൊടുക്കുകയാണ് 1,70,00,000 രൂപ. പിണറായിയുടെ മകൾക്ക് നേരിട്ട് കൊടുത്തു, എക്സാലോജിക് കമ്പനിക്കും കൊടുത്തു. എന്നാൽ എക്സാലോജിക് കമ്പനിയോ പിണറായിയുടെ മകളോ എന്തു സേവനമാണ് കരിമണൽ കർത്തയുടെ കമ്പനിക്ക് ചെയ്തു കൊടുത്തത് എന്നതിന് തെളിവില്ലാതെ പോയി. അതുകൊണ്ടാണ് ഇത് അഴിമതിയാണ്, മാസപ്പടിയാണ് എന്ന് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തൽ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് 2023 മാർച്ച് മാസം മലയാള മനോരമയുടെ ഡൽഹി ലേഖകൻ ഈ റിപ്പോർട്ട് പൊക്കിയെടുത്ത് അടിക്കുകയാണ്. അതുവരെ ആരും അറിഞ്ഞില്ല. അതിനൊക്കെ മാസങ്ങൾക്ക് മുമ്പ് വിധി വന്നതാണ്. മനോരമയുടെ റിപ്പോർട്ടർ വാർത്ത പുറത്തു വരുന്നു, CPM ന്യായീകരിക്കുന്നു. CPM പറയുന്നു GST അടച്ചുള്ള ഔദ്യോഗിക വിധിയാണെന്ന് പറയുന്നു. മാത്യക്കുഴൽനാടൻ രംഗത്തെത്തി മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, മുഖ്യമന്ത്രി പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ നാടകീയമായ നീക്കങ്ങൾ നടത്തുന്നു. വിജിലൻസ് അന്വേഷണ ആവശ്യം കോടതി തള്ളുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനിടയിൽ BJPയുടെ യുവ നേതാവായ ഷോൺ ജോർജ് രേഖകളൊക്കെ ശേഖരിച്ച് കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി അന്വേഷണം നടത്തിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നു. കോർപ്പറേറ്റ് മന്ത്രാലയം കേസന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ അന്വേഷണത്തിനെതിരെ കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഒക്കെ കൊടുത്ത ഹർജികൾ തള്ളുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ വളരെ നാടകീയമായ ചില നീക്കങ്ങൾക്കൊടുവിൽ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയം പ്രോസിക്യൂഷന് അനുമതി കൊടുക്കുന്നു. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ഒന്നാം പ്രതിയാക്കി SFIO കേസ് രജിസ്റ്റർ ചെയ്യുന്നു. സെക്ഷൻ 447 അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഈ സെക്ഷൻ അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ അത് ജാമ്യമില്ല വകുപ്പാണ്. വീണ വിജയനെ അറസ്റ്റ് ചെയ്തേ മതിയാവൂ. വീണ വിജയൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കുറ്റം 6 മാസം മുതൽ 10 വർഷം വരെ തടവ് കിട്ടുന്നതും അടിച്ചു മാറ്റിയ പണത്തിന്റെ 3 ഇരട്ടി പിഴയായി കൊടുക്കേണ്ടതുമായ കുറ്റകൃത്യമാണ്. പൂർണ്ണമായ തെളിവുകളോടെയാണ് കേസ് മുമ്പോട്ട് പോകുന്നത്. വെറുതെ ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. പ്രാഥമിക അന്വേഷണം നടത്തി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും ROCയുടെയും റിപ്പോർട്ടുകൾ നോക്കി എല്ലാ ഫയലുകളും പരിശോധിച്ച് അഴിമതി നടന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് കേസെടുത്തിരിക്കുന്നതാണ്. ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി SFIOയ്ക്ക് അറസ്റ്റ് ചെയ്യാം വീണ വിജയനെ. മറ്റ് ഏജൻസികൾ പോലല്ല, ഇവർക്ക് ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതാണ് ഈ ഏജൻസിയുടെ രീതി. എത്ര പ്രമുഖരാണെങ്കിലും, ശതകോടികളുടെ ബിസിനസ്സുകാർ, നമുക്കറിയാം ജെറ്റ് എയർവേസിന്റെയും സഹാറയുടെയും ഒക്കെ മുതലാളിമാർ ജയിലിൽ കിടന്ന കഥ നമുക്കറിയാം. ശതകോടികൾ സ്വന്തമായി ഉണ്ടായിരുന്നവർ പോലും ജയിലിലാണ്. അവരുടെ പണം അവരെ രക്ഷിച്ചിട്ടില്ല. അതുതന്നെയായിരിക്കും വീണ വിജയന്റെയും അവസ്ഥ. രക്ഷിക്കുക പ്രയാസമാണ്. സ്ത്രീ ആയതുകൊണ്ട് ആനുകൂല്യം കിട്ടുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയം ബാക്കിയുള്ളൂ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇളവ് കൊടുക്കാം പ്രത്യേക സാഹചര്യമെങ്കിൽ എന്ന് പറയുന്നു. ആ ആനുകൂല്യം കിട്ടുമോ എന്ന് അറിയില്ല. അല്ലെങ്കിൽ വീണ വിജയൻ ജയിലിലാവുമെന്ന് ഉറപ്പാണ്. പിണറായി വിജയൻ അഴിമതിയുടെ ദുർഭൂതമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പും വർഗീയതയും ഒക്കെ കൊണ്ടാണ് പിണറായി തുടർഭരണം ഉറപ്പിച്ചതും ഇനിയും ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതും. ആ പിണറായിയെ സംരക്ഷിക്കാൻ ചില അദൃശ്യകരങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ അദൃശ്യകരങ്ങളൊക്കെ പതിയെ പതിയെ പിൻവാങ്ങുന്ന കാഴ്ച. അച്ഛനേക്കാൾ മുമ്പേ മകൾ അഴിയണമെന്ന അവസ്ഥ ഇതാണിപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതേ നീതി ചെയ്യുന്നവരെ നിശബ്ദരാക്കാൻ, അവരെ ജയിലിൽ അടയ്ക്കാൻ ഏതറ്റം വരെ പോയി പക വീട്ടുന്ന പിണറായിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ വീണ വിജയൻ അഴിയെണ്ണുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ എതിർപ്പുകളും അവസാനിച്ചിരിക്കുന്നു. കോടതികൾ തുണയ്ക്കുന്നില്ല. ഇനി ജൂലൈയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി കേസ് പരിഗണിക്കുക. അതിനു മുൻപ് തന്നെ വീണയുടെ കൈകളിൽ വിലങ്ങ് വീണേക്കും എന്നാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ കേൾക്കുന്നത്. എന്തായാലും വീണയെ അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പാണ്. ജാമ്യം കോടതി കൊടുക്കുമോ ഇല്ലയോ എന്ന് പറയാറായിട്ടില്ല.
സാധാരണഗതിക്ക് SFI എടുക്കുന്ന കേസിലെ പ്രതികളുടെ അവസ്ഥ അഴി തന്നെയാണ്. അതുതന്നെ വീണയ്ക്കും സംഭവിച്ചേക്കും എന്ന പ്രതീക്ഷയിലാണ് നീതിബോധമുള്ള ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ.